മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉറപ്പു നൽകി. ഒടുവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഭർതൃ സഹോദരന്റെ ഭാര്യയെ. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരത്തിനുറച്ച് ബിന്ദു മോഹൻ. തിരൂർ നഗരസഭ 6-ാം വാർഡ് പെരുവഴിയമ്പലത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജ്യോതി മനോജിനെതിരെ മനോജിന്റെ സഹോദരനായ മോഹനന്റെ ഭാര്യ ബിന്ദു മത്സരിക്കുന്നത്. തിരൂർ നഗരസഭ 6-ാം വാർഡ് പെരുവഴിയമ്പലത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജ്യോതി മനോജിനെതിരെ മനോജിന്റെ സഹോദരനായ മോഹനന്റെ ഭാര്യ മത്സരിക്കുന്നത്. നേരത്തെ ബിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം അനിയന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. എന്റെ പേര് ബിന്ദു. ഞാൻ 6-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. എൻ്റെ അനിയന്റെ ഭാര്യ ജ്യോതി മനോജ്, അവളെ UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നു. 6-ാം വാർഡിലൊക്കെ എൻ്റെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണ് സ്ഥാനാർത്ഥി എന്നാണ് പറഞ്ഞത്. അവര് അന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന അന്ന് പോലും എന്നെ വിളിച്ച് ഒരാൾ ചോദിക്കണ്ടായി, നിങ്ങളെ പേര് സദസ്യമായിട്ടോ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം അവർ അന്ന് തന്നെയാണ് വേറെ ആളെയാണ് അവിടെ വെച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുള്ളത്. അതെനിക്ക് കുറച്ച് വിഷമത്തിന് ഇടയായി. അപ്പം എനിക്കൊരു മത്സരിക്കണമെന്ന് തോന്നി. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ഇതോടെയാണ് ബിന്ദു മോഹൻ സ്വതന്ത്രയായി മത്സരിക്കുന്നത്. ഒരു നല്ല കോൺഗ്രസ് എന്ന നിലയ്ക്ക് ഒരു വീട്ടിലെ പ്രശ്നം പറഞ്ഞുണ്ടാക്കുകയാണോ നല്ലത്, അതോ ആ വീടിനെ കൂട്ടിപ്പിടിച്ച് നമ്മളെ പാർട്ടിയെ ഉയർത്തുകയാണോ വേണ്ടത്? അതല്ലേ നല്ലൊരു കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. ഇത് നമ്മളെ തരം താഴ്ത്തിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ ഉണ്ടായത്. അതേസമയം വാർഡ് കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയാണ് ജ്യോതി മനോജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൂടിയാണിത്.